മുരളിയേട്ടൻ്റെ ഒരു പൊന്തുമൽ കൂടി, അതുപോലെ പിന്നെ പിന്നെ ഇതിലുണ്ടല്ലോ സുരേഷ് ചേട്ടൻ്റെ മോന് പൊളിച്ച്. അർജുന അശോകനെ കുറിച്ച് പറയാനൊന്നുമില്ല, സൂപ്പറാക്കി ഈ പടം. ഒന്നുമില്ല, എല്ലാം സസ്പെൻസ് ആണ്, ഒന്നും പറയാൻ പറ്റില്ല. സൂപ്പർ 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 അതിനെക്കാട്ടി അടിപൊളി, ഇതുവരെ കാണാതെ ഒരു സൂപ്പർ ഹിറ്റ്. സൂപ്പർ, എല്ലാവരും ഏറ്റെടുക്കും. അടിപൊളി നല്ല പടം. അങ്ങനെയൊന്നുമില്ല, അടിപൊളി പടം. നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആണ് പടത്തില്. കാരണം ഒട്ടും ലാഗില്ലാത്ത നല്ല സൂപ്പർ പടം എന്ന് പറയില്ലേ, അതായത് നമുക്ക് ഒട്ടും ലാഗില്ല. നമ്മളൊരു ഈ പേര് തന്നെ സുമതി വളവ്, അപ്പോൾ അത് നമ്മൾ എന്താണ് പ്രതീക്ഷിച്ച് വരുന്നത് അതാണ് ഈ പടത്തിൽ. മാക്സിമം ഒരു ഫസ്റ്റ് ഹാഫ് ഫുള്ള് ആ ലെവൽ തന്നെയാണ് പടം, പക്ഷേ സെക്കൻഡ് ഹാഫിൽ പടം വേറെ ലെവലിലേക്ക് മാറും. അതായത് റൊമാൻറ്റിക്, കോമഡി, ഡ്രാമ എല്ലാം അടങ്ങിയ നല്ലൊരു അടിപൊളി ഫാമിലി മൂവി, എല്ലാം കൊണ്ടും സൂപ്പർ പടം. പേടിക്കാനുള്ള കുറേ ഒരു ഭാഗങ്ങളുണ്ട്. നമ്മൾ ഹൊറർ മൂവിയാണല്ലോ, അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഭാഗങ്ങൾ അതുകൊണ്ട്. പിന്നെ കോമഡി ആയിട്ട് നമുക്ക് അതുമുണ്ട്, റൊമാൻറ്റിക് ആണെങ്കിൽ അതുകൊണ്ട്, എല്ലാം അടങ്ങിയൊരു നല്ലൊരു മൂവി. ആ മാളികപ്പുറത്തിൻ്റെ ആ ഒരു ടീമാണ്. കൊള്ളാം. നല്ല പടം, ഭയങ്കര ബാലൻസ്ഡ് ആയിരുന്നു. എല്ലാ ഭയങ്കര ബാലൻസ്ഡ് ആയിരുന്നു. അപ്പോൾ ഹൊറർ ആണെങ്കിലും കോമഡി ആയിട്ടാണെങ്കിലും നല്ല ബാലൻസ്ഡ് ആയിരുന്നു. സൗണ്ട് അങ്ങനെയൊന്നും പറയാനുള്ള ഒരു ഇത് എനിക്കില്ല. നല്ല അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ അർജുൻ അശോകൻ്റെ ഇതുവരെ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല സിനിമയാണ് സുമതി വളവ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട. അതുപോലെ തന്നെ സിദ്ധാർത്ഥ്, മലയാളത്തിലെ ഏറ്റവും നല്ല നടന്മാരുടെ പട്ടികയിലേക്ക് സിദ്ധാർത്ഥ് ഭരതൻ എന്ന് പറഞ്ഞ ആൾ വരും. കാരണം ഇവരുടെ രണ്ടുപേരുടെ ഫ്ലാഷ് ബാക്ക് നമുക്കറിയാം. അത് തലമുറയായി കൈമാറി വന്നിട്ടുണ്ടെന്നുള്ള ഒരു സംശയം വിചാരിക്കേണ്ട. ആക്ടിങ് അടിപൊളിയാണ്. ഈ പടം ഹിറ്റാണ്. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് കാണാം, ഒരു സംശയം വിചാരിക്കാൻ തിയേറ്ററിലേക്ക് വരിക. ദയവ് ചെയ്ത് ഞാൻ പറയുകയാണ്, യൂട്യൂബർമാരുടെ അടുത്ത് പറയുകയാണ്, ഈ സിനിമ 5 കഷ്ണങ്ങളാക്കി ഭക്ഷിക്കാൻ നിൽക്കരുത്. ഇത് ട്രോളാതെ ഈ സിനിമ എന്തായാലും മികച്ച സിനിമയാണ്. അത്തരം കമൻറ്റുകൾക്കൊന്നും ഇവിടെ ഒരു സാധ്യതയില്ല. സിനിമ ധൈര്യമായിട്ട് പോയിരുന്ന് കാണുക, ഉറപ്പ്. നമ്മൾ പൈസ കൊടുത്ത് സിനിമ കണ്ടാൽ നമ്മൾ ഫുൾ ടൈം എൻ്റർടൈൻ ചെയ്ത് പോകാൻ പറ്റിയ അടിപൊളി BGM, കലക്കം BGM-ആണ്. ഒരു രക്ഷയില്ല, അടിപൊളി. അടിപൊളി, എല്ലാവരും അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളി ചെയ്താണ്. അത്യാവശ്യം സൂപ്പറായിരുന്നു.